ഹലോ ഗായ്സ്, ഇന്നിപ്പോ നമ്മൾ എത്തിക്കുന്നത് നല്ല നോർത്ത് ഇന്ത്യൻ ഐറ്റവുമായിട്ടാണ്. മനസ്സിലായില്ലേ? നമ്മളെ ഹിന്ദി വാലാസ് നോമ്പ് തുറക്കുമ്പോ തിന്നുന്ന സാധനം. ഇതിന്റെ പേരൊന്നും വെച്ചറിയില്ലോ. സംഭവം നമ്മളെ പരിപ്പുവടന്റെ പരിപ്പില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിന് പരിപ്പ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കണം. പിറ്റേസം രാവിലെ അതൊന്ന് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് വെള്ളം ചോരാനായി നമ്മൾ ഓട്ടപാത്രല്ലേ, നമ്മളെ ആവിപാത്രം, അതിൽ കുറച്ചു നേരം അങ്ങോട്ട് ഇട്ടേക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തലങ്ങും വിലങ്ങും ചെറുതായി അരിഞ്ഞ വല്യുള്ളി, പിന്നെ ഗ്യാസ് ഒന്നും കയറാതിരിക്കാൻ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, കുറച്ച് കറിവേപ്പിലയും, കുറച്ച് മല്ലിയിലും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനൊരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് അതിക്ക് ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചാൽ അത് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച സവാള അങ്ങോട്ട് തട്ടാം. സവാള ഇടുമ്പോൾ ഒക്കെപ്പാട് ഇടാൻ നിൽക്കണ്ട, കുറച്ചങ്ങോട്ട് മാറ്റിച്ചോളൂ. ചട്ടിക്കിട്ട സവാളക്ക് ഒരു സ്വയം കൊടുക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നാലിളക്കും. എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് വെത്തിരിക്കോളി. ഉള്ളി ഒന്ന് അങ്ങോട്ട് വാടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിക്ക് ഇത്തിരി വെളുത്തുള്ളി അങ്ങോട്ട് ഇടാം. ഒന്നങ്ങോട്ട് ഇളക്കിയിട്ട് വെറുതെ രസത്തിന് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ടോളൂ. അതിന്റെ ഒപ്പം കുറച്ച് വേപ്പിന്റെ ഇലയും മല്ലിയിലയും കൂടി ഇടാം. നല്ലോണം ഇളക്കി മറിച്ചിട്ട് നമ്മളെ പരിപ്പിനൊക്കെ പാടെ അങ്ങോട്ട് തട്ടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി പറിച്ച ഈ സമയത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോളിട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ ചില്ലി ഫ്ലേക്സും കൂടി അങ്ങോട്ട് തട്ടിക്കോളൂ. പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ച മല്ലിയിലയും കറിവേപ്പും അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇതോടെ സംഗതി റെഡി. നമ്മുടെ ഓഫീസിൽ നോമ്പറക്കാൻ ഹിന്ദിക്കാർ സ്ഥിരമായിട്ട് കൊണ്ടുവരിട്ടത്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാന്ന് ഞാനും കരുതി. സംഭവം ഓലുണ്ടാക്കണേക്കാട്ടിലും ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും. അപ്പൊ ഇനി വേറൊരു ഐറ്റം ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. മാസലാമ.